നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയെ വിമർശിക്കുന്നില്ലേ? ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രചാരണ യോഗത്തിൽ രാഹുൽ ഗാന്ധിയും ഇത് തന്നെ പറഞ്ഞു. തന്നെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ കുറച്ചു സമയം മോദിയെയും RSSനെയും വിമർശിക്കാൻ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമയം കണ്ടെത്തണം എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. യഥാർത്ഥത്തിൽ ആരാണ് മോദിയെ വിമർശിക്കാത്തത് എന്ന ചോദ്യമാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ഉയർത്തുന്നത്. എന്നോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ CPM-ൽ നിന്ന് PM ആർഷോ, കോൺഗ്രസിൽ നിന്ന് KP നൌഷാദ് അലി, മാധ്യമപ്രവർത്തകൻ NP ചെക്കൂട്ടി എന്നിവരാണ് ചേരുന്നത്. PM ആർഷോ, ഇങ്ങനെയൊരു ആരോപണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയെ വിമർശിക്കുന്നില്ല എന്ന ആരോപണത്തിന് എന്തു മറുപടിയാണ് നൽകാനുള്ളത്? ഇതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെന്നല്ല ഏതു തെരഞ്ഞെടുപ്പിലും ജനങ്ങളെ അഭിമുഖീകരിക്കാറ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഏറ്റവും കരുത്തോടെ പൊതുസമൂഹത്തിന് മുൻപിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം സംഘപരിവാറിന്റെ മനുഷ്യത്വ വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള, സംഘപരിവാറിന്റെ ഇന്ത്യ വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള, സംഘപരിവാറിന്റെ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കരുത്തോടെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതല്ല, RSSനെതിരായിട്ടുള്ള CPIM-ന്റെ നിലപാട് അതിനകത്ത് ഒരു തർക്കത്തിനും ഇട നൽകേണ്ടുന്ന ഒന്നല്ല. അതിശക്തമായി തന്നെ രാജ്യത്ത് പോയ കാലങ്ങളിൽ ഏറ്റവും കരുത്തോടെ സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. ആ നിലപാട് കൂടുതൽ കരുത്തോടെ രാജ്യത്ത് ആവർത്തിച്ച് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാവാണ് സഖാവ് പിണറായി വിജയൻ. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടം മുതൽ ഇങ്ങോട്ട് പരമാവധി ദിവസങ്ങളിൽ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാധ്യമങ്ങളെ കണ്ട് പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം ഒരു ദിവസം ചുരുങ്ങിയത് 3 പൊതുയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പൊതുയോഗങ്ങളിൽ അത്രയും ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുൻപ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ മണ്ണാർക്കാട് ബഹുമാനപ്പെട്ട CM പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടിക്ക് ശേഷമാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രസംഗം ഉൾപ്പെടെ ഇന്നിപ്പോൾ വൈകുന്നേരം അദ്ദേഹത്തിന്റെ പാലക്കാട് നഗരത്തിലെ പരിപാടി അവസാനിച്ചു. ഇതുവരെയുള്ള ഏതു തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾക്കകത്താണെങ്കിലും പത്രസമ്മേളനങ്ങൾക്കകത്താണ് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലാണെങ്കിലും അദ്ദേഹം ചെലവഴിച്ച സമയത്തിന്റെ 3/4 പങ്കും സംഘപരിവാരം എങ്ങനെയാണോ ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും പുറകോട്ട് നടത്തുന്നതിന് വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആവർത്തിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടും അതിനെതിരെ എന്തുകൊണ്ട് നിലയുറപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച വളരെ കൃത്യമായ രാഷ്ട്രീയ വിശദീകരണം ഈ നാട്ടിലെ ജനങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ നിലയിലുള്ള ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു ആക്ഷേപം ഉയർത്തിയതിൽ അദ്ദേഹത്തെ ഞാൻ വലിയ ഒരു തെറ്റു പറയുന്നില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ അറിയുന്നതിന് വേണ്ടി അദ്ദേഹം ആശ്രയിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു മാധ്യമം നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഈ ഘട്ടം വരെ എത്തുമ്പോൾ എത്രമാത്രം പ്രാധാന്യം അദ്ദേഹം സംഘപരിവാറിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണത്തിന് എത്രമാത്രം പ്രാധാന്യം കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച വലിയ വിമർശനം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 15-ാം തീയതി നരേന്ദ്രമോദി കേരളത്തിലെത്തി അദ്ദേഹം പച്ചക്കള്ളങ്ങളുടെ പെരുമഴ ഈ നാടിന്റെ മുൻപിൽ അവതരിപ്പിച്ചു. ഈ നാടിനകത്ത് വർഗീയ കാർഡിറക്കി ഈ നാട്ടിലെ കേരളത്തിലെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി വിഭജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള പലതരത്തിലുള്ള പച്ചക്കള്ളങ്ങളും ഈ നാടിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം നടത്തി. സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസം 16-ാം തീയതി രാവിലെ തൃശൂർ വെച്ച് ഈ നാട്ടിലെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയ ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉന്നയിച്ച ഓരോ വർത്തമാനത്തിനും അക്കമിട്ട് നിരത്തി മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ആ പത്രസമ്മേളനത്തോട് സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. അവർ നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയേക്കാൾ മറുപടി ചർച്ച ചെയ്തില്ല, ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചില്ല. അതിനപ്പുറത്ത് മാധ്യമങ്ങൾ സ്വീകരിച്ചൊരു നിലപാട് അകിടിന്റെ ചുവട്ടിൽ ചോര ലക്ഷ്യമാക്കി പറക്കുന്ന കൊതുകിന് സമാനായിരുന്നു. മാധ്യമങ്ങളുടെ 16-ാം തീയതിയിലെ വിഷയം മുഖ്യമന്ത്രി പ്രസ് മീറ്റ് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മൈക്കിന്റെ സൗണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.
മുഖ്യമന്ത്രിയും മൈക്കും തമ്മിൽ പിണക്കം തുടരുന്നു എന്നുള്ളതായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ അന്നത്തെ ദിവസത്തെ പ്രധാന ടൈറ്റിൽ. അതായത് രാജ്യത്തും ഘട്ടത്തിൽ ഉയരുന്ന രാഷ്ട്രീയം അന്ന്, അതായത് പ്രധാനമന്ത്രി ആക്ഷേപം ഉന്നയിച്ചതും അല്ല, പിറ്റേന്ന് അദ്ദേഹത്തിന്റെ മറുപടി, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആക്ഷേപവും പിറ്റേന്ന് അതെ അദ്ദേഹത്തിനോടുള്ള മറുപടികളും വാർത്തയാക്കിയ, വളരെ കൃത്യമായി വാർത്തയാക്കിയ മാധ്യമങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുമല്ലോ. അല്ല, ഞാൻ അതിനകത്ത് മുഴുവൻ മാധ്യമങ്ങളും എന്ന് പറഞ്ഞില്ലല്ലോ. ഈ നാട്ടിലെ ജനാധിപത്യത്തിന്റെ 4-ാം തൂണാണ് തങ്ങളെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും സ്വീകരിച്ച സമീപനതായിരുന്നു. അതായത് ഒരു വലിയ രാഷ്ട്രീയ സമരത്തിന്റെ ഭൂമികയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ സ്വീകരിച്ചൊരു സമീപനം ഞാനൊരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതാണ്. സ്വാഭാവികമായും ഈ നിലയിലുള്ള പ്രതിപക്ഷ നേതാവിന് സ്വാഭാവികമായിട്ടും അതെ, പ്രതിപക്ഷ നേതാവിന് അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ വിമർശനം ഉന്നയിച്ചത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ശ്രീ എൻ പി ചെക്കുട്ടി, അങ്ങനെയാണോ ഉണ്ടായത്? അതായത് മുഖ്യമന്ത്രി മോദിയെയും RSSനെയും കേന്ദ്ര ഗവൺമെന്റിനെയും വളരെ ശക്തമായി തന്നെ വിമർശിക്കുന്നു. പക്ഷേ അത് ജനങ്ങളിലെത്താതിരിക്കുന്നത് മാധ്യമങ്ങൾ അവ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് പോലും അത് കാണാൻ കഴിയാതെ പോകുന്നത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരാത്തത് കൊണ്ടാണ് എന്ന ആക്ഷേപം ശരിയാണ്? അല്ല, അങ്ങനെ ശരിയാണ് എനിക്ക് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവിലെത്താത്തത് അല്ല, മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ സാധാരണ നിലയിൽ പരമാവധി ഒബ്ജക്റ്റീവായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വാർത്താ മാധ്യമങ്ങൾ ഒന്നാമത് ധാരാളം മാധ്യമങ്ങളുണ്ട്, ധാരാളം കോമ്പറ്റീഷനുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാർത്ത മറച്ചു വെക്കുക അല്ലെങ്കിൽ അത് എന്താ പറയുക ഒഴിവാക്കി കളയുക എന്ന സംഗതി ഇംപ്രാക്ടിക്കലാണ്. അത് ഇന്നത്തെ കേരളത്തിൻ്റെ മാധ്യമ സാഹചര്യത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്കൊരു വാർത്ത മുക്കിക്കളയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ റിയാക്ഷനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഞാൻ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്ത് പറഞ്ഞ് അദ്ദേഹം എന്നെ ധാരാളമായിട്ട് വിമർശിക്കുന്നുണ്ട്, പക്ഷേ അല്പമെങ്കിലും സമയം നിങ്ങൾ മോഡിക്ക് വേണ്ടി ചിലവാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് ഫാക്ച്വലി ശരിയാണെന്ന് അഭിപ്രായം എനിക്കില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഞാൻ കണ്ടതാണ്. അദ്ദേഹം തനിക്ക് നേരെ ഉണ്ടായിരുന്ന തൻ്റെ പൊളിറ്റിക്കലായിട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങളെ ശക്തിയായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, സാധാരണ നിലയിൽ ഒരു വളരെ കടുത്ത രൂപത്തിലല്ല ആ വിമർശനത്തിനോടുള്ള മറുപടി വന്നിരിക്കുന്നത്. അത് തീർച്ചയായും അതിനതിൻ്റേതായിട്ടുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരെയുള്ള ചില അറ്റാക്കുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ നേരെ SFIയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ EDയുടെ അന്വേഷണം പക്ഷേ വരാവുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രൊവക്കേറ്റീവായിട്ടുള്ള തരത്തിലുള്ള സംഘർഷാത്മകമായിട്ട് തരത്തിലുള്ള ഒരു റിയാക്ഷൻ അല്ലായിരുന്നെങ്കിൽ പോലും അദ്ദേഹം പൊളിറ്റിക്കലായിട്ട് മറുപടി പറഞ്ഞിട്ട് മാത്രമല്ല, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ശക്തമായിട്ട് ഡൽഹിയിൽ പോയിട്ട് അതിശക്തമായിട്ട് ഒരു സമരം തന്നെ ഈ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും നടത്തിയിട്ടുണ്ട്. അതിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ പങ്കെടുത്താണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരായിട്ട് അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരായിട്ട് പ്രധാനമന്ത്രിയുടെ നയങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നില്ല, നിലപാടെടുക്കുന്നില്ല എന്ന അഭിപ്രായം എനിക്കില്ല. തീർച്ചയായും അത് ഒരുപക്ഷെ അവർക്കിടയിലുള്ള ചില ധാരണകളെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായങ്ങൾ വേറെ കേരളത്തിലുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിൽ മൗനം ആചരിക്കുമെന്നുള്ള അഭിപ്രായം എനിക്ക് എന്തായാലും ഇല്ല. ശ്രീ എൻ പി ചെക്കുട്ടി, അത് താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ മറ്റ് ചില ധാരണകൾ CPM-ഉം BJP-യും തമ്മിൽ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ കടുത്ത ആക്രമണം ഇല്ലാതിരിക്കുന്നത്? ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി പങ്കാളിയായിട്ടുള്ള എക്സാലോജിക് എന്ന കമ്പനിയുടെ ഇടപാടുകളെ കുറിച്ച് നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഇനി കൂടുതൽ മോദിയെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമായി BJP-യും CPM-ഉം തമ്മിൽ ചില ധാരണകൾ ഉണ്ടാകുന്നു എന്നതടക്കം പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ്. അതിനവർ ഒന്നുകൂടി കടത്തി ചില സീറ്റുകളിൽ 3-4 സീറ്റുകളിൽ നിന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി. ധാരണയുണ്ട് എന്ന് വരെ പറഞ്ഞു. അത് തൃശ്ശൂർ ധാരണയുണ്ടെന്ന് അവർ നേരത്തെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പ്രതിപക്ഷം ആവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ വേണമെങ്കിൽ പറയാവുന്ന കാര്യം വെച്ചാൽ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞയാളാണ് മുഖ്യമന്ത്രി. അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തിനപ്പുറം
രണ്ടാം സ്ഥാനം അവർക്ക് ലഭിക്കാനേ പോകുന്നില്ല, മൂന്നാം സ്ഥാനത്തിനപ്പുറം അവർ പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞയാളാണ് മുഖ്യമന്ത്രി. അപ്പൊ ഈ പറയുന്നതൊന്നും പ്രതിപക്ഷം കേൾക്കാത്തതാണോ, അതോ ഇനിയിപ്പോൾ മോദിയെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല എന്നതിലാണോ പ്രതിപക്ഷം ഈ വാദം ഉയർത്തുന്നത്? അല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് പ്രമോദ്. യഥാർത്ഥത്തിൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷത്തിന് ഉയർത്താവുന്ന സാഹചര്യത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി ആയാലും ശരി, മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ സർക്കാരായാലും ശരി, കേന്ദ്ര സർക്കാരുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺഫ്രണ്ടേഷനിൽ പോകുന്നില്ല എന്നുള്ള അഭിപ്രായം ഉണ്ടാകാവുന്നതാണ്. അതിനകത്ത് രാഷ്ട്രീയമായിട്ട് അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ ചെന്നിരിക്കുന്ന കോംപ്രമൈസിങ് സിറ്റുവേഷൻ ആണ്. ആ ഒരു കോംപ്രമൈസിങ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിശക്തമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു വസ്തുത തന്നെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ അദ്ദേഹത്തിൻ്റെ കേസിൽ ഏതെങ്കിലും തരമായി പക്ഷം പിടിക്കുന്നതല്ല. പക്ഷേ അദ്ദേഹത്തിന് അതിശക്തമായിട്ട് വളരെ രൂക്ഷമായിട്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുക, ഡൽഹിയിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സംഭവിച്ചിരിക്കുന്ന അതിശക്തമായിട്ടൊരു പൊളിറ്റിക്കൽ മുന്നേറ്റമുണ്ട്. ആ തരത്തിലൊരു മുന്നേറ്റം പ്രധാനമന്ത്രി വന്നിട്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വിളിച്ചിരിക്കുന്നത് അതെങ്ങേറ്റം മോശമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഭാഷയോട് സാധാരണ നിലയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമല്ലോ, അതുണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടുണ്ടായിട്ടില്ല എന്നുള്ളതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ ഫാക്ച്വൽ എനിക്കറിയില്ല, അത് ഒരു തരത്തിലുള്ള ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കേന്ദ്ര സർക്കാരും അതിൻ്റെ ഏജൻസികളും വിജയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അത് രാഷ്ട്രീയമായിട്ട് വളരെയേറെ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തിനും സർക്കാരിനും ഉണ്ടാക്കും എന്നുള്ള കാര്യം അഭിപ്രായമില്ല, തർക്കമൊന്നുമില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ നേരിട്ട് കേജ്രിവാൾ അടക്കമുള്ള ആളുകൾ നടത്തുന്ന ഒരു രൂക്ഷമായ കടന്നാക്രമണവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെയേറെ മൈൽഡായിട്ടുള്ള ഒരു പ്രതികരണമാണ് കേരളത്തിൽ കാണുന്നത്. ഓക്കെ, നമുക്ക് ഇതിനോട് ചേർത്ത് പറയേണ്ടയാൾ കെ പി നൗഷാദ് അലിയാണ്. കോൺഗ്രസിന് വേണ്ടി അദ്ദേഹമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്. അദ്ദേഹം അല്പസമയത്തിനകം എത്തുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആർഷോ, ഇപ്പോൾ ശ്രീ ചെക്കുട്ടി പറഞ്ഞ ഒരു കാര്യം, അതായത് ഒരു തരത്തിൽ കോംപ്രമൈസിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കേണ്ടി വരുന്നു എന്നൊരു സംഗതി സംസ്ഥാന സർക്കാരിനുണ്ടോ, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടോ? ഈ അന്വേഷണ ഏജൻസികളെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, ഇതിൽ ആരെയും ഭയപ്പെടേണ്ടുന്ന സാഹചര്യം മുഖ്യമന്ത്രിക്ക് എന്നല്ല ഇടതുപക്ഷത്തിൽ ആർക്കും ഇല്ല. ആരെയും ഭയപ്പെടാനൊട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഈ ചർച്ചയുടെ ടൈറ്റില് മോദിയെ വിമർശിക്കാത്തത് ആര് എന്നുള്ളതായിരുന്നു. അപ്പം മാധ്യമപ്രവർത്തകൻ, നിങ്ങൾ ബഹുമാനോട് അവതാരകൻ, ഈ ചർച്ച ഈ ഘട്ടം എത്തുമ്പോഴും നിങ്ങൾ മുഖ്യമന്ത്രി മോദിയെ വിമർശിച്ചിട്ടില്ല എന്നുള്ളൊരു നരേറ്റീവ് ബോധപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം മറ്റ് അതിഥിയോടക്കം ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾ ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടം വരെ നമുക്ക് പരിശോധിക്കാം. ഈ ഘട്ടം വരെ എത്തുമ്പോൾ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ബോധപൂർവം അങ്ങനെ ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും ഒക്കെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് കേട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വളരെ കൃത്യമായി തന്നെ വാർത്ത നൽകുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് മുന്നോട്ട് വയ്ക്കാൻ മോദിക്ക് പേടിയാണ്, കാരണം ഒന്നും മുന്നോട്ട് വയ്ക്കാനില്ല കേന്ദ്ര സർക്കാരിന് മുന്നിൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നറേറ്റീവ് എനിക്കില്ല. അങ്ങനെ ഒരു നറേറ്റീവ് എനിക്കില്ല. എന്റെ വിമർശനം ഞാൻ പറഞ്ഞുതരാം. എന്റെ വിമർശനം വളരെ സ്പെസിഫിക് ആയി പറഞ്ഞു തരാം. വളരെ നിഷ്പക്ഷമായിട്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ടൈറ്റിൽ കാർഡ്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ടൈറ്റിൽ കാർഡ് മോദിയെ വിമർശിക്കാത്തത് ആര് എന്നുള്ളതാണ് ടൈറ്റിൽ കാർഡ്. വളരെ നിഷ്പക്ഷമാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അതിഥി വളരെ നിഷ്പക്ഷമാനായിട്ടുള്ള ഒരു അതിഥിയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഷ്യം. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. അവതാരകനും നിഷ്പക്ഷനാണ്. സ്വാഭാവികമായും മറ്റ് അതിഥി സംസാരിച്ച് പൂർത്തീകരിക്കുന്നതിനിടയിൽ ഒരു ഘട്ടത്തിൽ പോലും മോദിയെ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വിമർശിച്ചോ എന്ന വളരെ നിഷ്പക്ഷമായ ഒരു ചോദ്യം ഉയർന്നു വന്നില്ല എന്നുള്ളിടത്താണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന നെറേറ്റീവ് ഇങ്ങനെയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്. സ്വാഭാവികമായി തോന്നുക.
ഇത് നൗഷാദ് അലി ഒന്ന് വന്നോട്ടെ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകനോട് മോദിക്കെതിരെ പിണറായി മിണ്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് പോലെ തന്നെ മോദിക്കെതിരെ പ്രതിപക്ഷം മിണ്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടെ വളരെ നിഷ്പക്ഷമായിട്ട് അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടെ തേടായിരുന്നല്ലോ. അത് തേടിയില്ല എന്നുള്ളതാണ് എന്റെ വിമർശനം. അതവിടെ നിൽക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടം എത്തുന്നത് വരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഈ കേരളം ചർച്ചയാകുന്ന നിലയിലേക്ക് ഉയർന്നു വന്നതായിട്ട് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ നാട് കേട്ടിട്ടില്ല സാറേ. ഈ ഘട്ടം വരെ സംഘപരിവാറിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനം കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ മുൻപിൽ നിരന്തര അനുഭവമല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് സംഘപരിവാറിനെതിരെ കോൺഗ്രസ് മിണ്ടുന്നില്ല എന്നാ. നമ്മുടെ മുൻപിൽ അനുഭവങ്ങളല്ലേ. ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ തെറ്റായ നിലപാടുകളോട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ പോരാട്ട ഭൂമികയിൽ അതിനെതിരെ സംസാരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് അത് ചെയ്യുന്നില്ല എന്നുള്ളത് പച്ചവെള്ളം പോലെ നമ്മുടെ മുൻപിലില്ലേ. നേരത്തെ ചോദിക്കുകയാണ് ഈ ഇടതുപക്ഷം പിണറായി വിജയൻ RSSനെ ഭയക്കുന്നുണ്ടോ ചോദിക്കുക. അത് എവിടെ നിന്നാ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഈ നാട്ടിൽ ലീഗിന്റെ പതാക കുറച്ച് താഴ്ത്തി വെക്കുക എന്ന് RSS പറഞ്ഞപ്പോ ആ പതാകയും മടക്കി കോൺഗ്രസിന്റെ പതാകയും മടക്കി 4ആക്കി നിക്കറിന്റെ പോക്കറ്റിൽ വെച്ച് നടന്നുപോയ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ നിൽക്കുമ്പോഴാണ് ഭയണ്ടോ എന്ന് ചോദിക്കുന്നത്. ഈ ഘട്ടം വരെ ഈ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് നോട്ടിഫൈ ചെയ്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന 2 ദിവസം മുൻപായിരുന്നല്ലോ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയത്, ചട്ടങ്ങൾ നിലവിൽ വന്നത്. ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇവിടെ ഭാരത് ജോഡോ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ആ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യാവസാനം നമ്മളൊക്കെ നോക്കിയിരുന്നില്ലേ? പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒരു വാക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ആരെങ്കിലും കണ്ടോ? നമ്മൾ ആരെങ്കിലും കേട്ടോ? എന്ന് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനോട് പൗരത്വ നിയമ ഭേദഗതിക്ക് ചട്ടങ്ങൾ നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്ത് എന്ന് ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം രാത്രി ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് എണീറ്റ് പോയിട്ട് ഈ ഘട്ടം വരെ നമ്മൾ കണ്ടിട്ടില്ല. ഈ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെ NIA ഭേദഗതി ഉൾപ്പെടെ UAPയെ സംബന്ധിച്ച് കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയത് ഉൾപ്പെടെയുള്ള ഗൗരവകരമായ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ട് പരാമർശമില്ല? പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എന്തേ നിങ്ങൾ വാതുറക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞ KPCC ആക്ടിംഗ് പ്രസിഡന്റിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അതല്ലാതെ എന്ത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റാ ഈ നാട്ടിലെ കോൺഗ്രസിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്? തീവ്ര ഹിന്ദുത്വത്തിന് ബദൽ മൃദു ഹിന്ദുത്വം എന്ന നിലപാട്, അല്ലെങ്കിൽ RSSനെ മാതുറന്ന് എതിർക്കുന്നതിന് വേണ്ടി ഭയക്കുന്ന ഒരു കൂട്ടായിട്ട് ഈ നാട്ടിലെ കോൺഗ്രസ് പോയതിനെ കുറിച്ച് നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോധപൂർവം അതിൽ നിന്നും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് രാവിലെ ഒരു പൊള്ളത്തരം പറഞ്ഞു. ആ പൊള്ളത്തരത്തിന്റെ പുറകെ നമ്മൾ പോവാണ്. ആ പൊള്ളത്തരത്തിന്റെ ഗ്രാവിറ്റി അളക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നില്ല. ഇവിടെ ഈ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് മറുപടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഉടൻ തന്നെ KP നൗഷാദ് അലിയെ ചർച്ചയിൽ. പക്ഷേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ രാവിലെ വെറുതെ VD സതീശൻ അത് പറഞ്ഞ സമയത്ത് 2 കാര്യങ്ങൾ ഉന്നയിച്ചു. ഈ BJPയോടുള്ള ഒരു നിലപാട് മൃദുവാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന്റെ ഭാഷ്യം, അതാണ് ഞാൻ പറയുന്നത്. ഒന്ന്, തൃശൂർ മേയർ സുരേഷ് ഗോപി ജയിക്കും, സുരേഷ് ഗോപി ഫിറ്റാണ് MP ആകാൻ എന്ന് പറഞ്ഞു എന്നൊരു വാദം, അത് അങ്ങനെ ഒരു സംഗതി ഉന്നയിക്കുകയുണ്ടായി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ BJPയെ വിമർശിക്കുന്ന RSSനെ വിമർശിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രൽ ബോണ്ട് കാര്യത്തിലും മറ്റുമുള്ള നിലപാടുകളെ വിമർശിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ട ഒരാൾക്കെതിരെ പോലീസ് കേസ് എടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള ചുമതലയിലുള്ള വകുപ്പ്, ആഭ്യന്തര വകുപ്പിന്റെ കേരള പോലീസ് കേസ് എടുക്കുന്നു. എന്താണ് കേസ്? അതിന്റെ FIRൽ പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇട്ടു എന്നാണ് അതിൽ ഈ FIRൽ പറഞ്ഞിരിക്കുന്ന കുറ്റം. അപ്പോൾ യഥാർത്ഥത്തിൽ VD സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാണ് നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ കേരള പോലീസ് കേസ് എടുക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ മുഖ്യമന്ത്രി ഒരു വശത്ത് നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ RSSനെ BJPയെ കേന്ദ്ര സർക്കാരിനെ ഒക്കെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ വകുപ്പ് ഈ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അതാണോ കാരണം മോദിക്കെതിരായിട്ടുള്ള വിമർശനം ഇത്ര തണുത്തതാണ് എന്ന് പറയാനുള്ളൊരു കാരണം? അതാണെങ്കിൽ എന്താണ് മറുപടി ആർഷോ? ഇതിനകത്ത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, തൃശ്ശൂർ മേയറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം അത് തിരുത്തി പറഞ്ഞത് നമ്മുടെ മുൻപിലുണ്ട്.
അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അംഗമൊന്നുമല്ല. നമുക്കറിയാം കോൺഗ്രസ് വിമതനായി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നു. രണ്ട് മുന്നണികൾക്കും തുല്യമായി സീറ്റ് വരുന്നു. അദ്ദേഹം ആണ് ഈ പറഞ്ഞ രണ്ട് മുന്നണിയിലും ഉൾപ്പെടാതെ വിമതനായി പുറത്തു നിൽക്കുന്ന ആള്. അദ്ദേഹത്തെ ആ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണച്ചു. അദ്ദേഹം ഇപ്പോൾ മേയറായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടം വരെ അദ്ദേഹം CPIMന്റെ അംഗത്വത്തിലേക്ക് വരിക അല്ലെങ്കിൽ ഇടതുപക്ഷ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളല്ല. അദ്ദേഹം ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ അതുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കുമായി ബന്ധപ്പെട്ട് അതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിനെ സാധിക്കൂ. അതിനകത്ത് തർക്കമില്ല. രണ്ട്, ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉയർന്നു വന്നു. ആ പരാതിയുടെ പുറത്തൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിന്റെ മറ്റു വശങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാന്നേ. അതിനകത്തുള്ള ഉയർന്നു വന്നിട്ടുള്ള വിമർശനം പരിശോധിക്കാം. അതിനകത്ത് തർക്കമില്ല. പക്ഷെ അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിലയിൽ കേസുകൾ മാത്രമല്ല സമീപനങ്ങൾ ഇത്തരത്തിലുള്ളതാണെന്ന് ആക്ഷേപമുണ്ട്. ഞാനൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഘട്ടത്തിലും നിങ്ങളാരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഈ പറഞ്ഞ ഒരു MG കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാല് ബോംബെറിഞ്ഞ് കറുത്ത RSSകാർ ABVP പ്രവർത്തകർ അവരുടെ കേസ് എഴുതി തള്ളിയ മുഖ്യമന്ത്രിയുടെ ഒരു ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടി RSSുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്താണ് അല്ലെങ്കിൽ RSSുമായി ധാരണ ഉണ്ടാക്കിയിട്ടാണ് ആ കേസ് പിൻവലിച്ചത്, ആ കേസ് എഴുതി തള്ളിയത് എന്ന് ഒരൊറ്റ മാധ്യമവും കേരളത്തിൽ ഇതുവരെ പറയുന്നത് നമ്മളാരും കേട്ടിട്ടില്ലല്ലോ. ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ ഈ കേസ് എടുത്തതിന് എന്താണ് ന്യായീകരണം? അത് തന്നെയാണ് പരിശോധിക്കേണ്ട വിഷയമാണ്. തർക്കല്ല. ഒരു ന്യായീകരണമല്ല. അതിനെ ന്യായീകരിക്കാനും വരുന്നില്ല. അത് പരിശോധിക്കേണ്ട വിഷയമാണ്. അതിനകത്ത് തർക്കമില്ല. പക്ഷെ അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി രാവിലെ SHOയെ ഫോൺ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ അടിയന്തരമായിട്ട് കേസ് എടുക്കണമെന്ന് പറഞ്ഞെടുപ്പിച്ചു എന്നുള്ള നിലയിലേക്ക്, എന്ന ധ്വനി ജനിപ്പിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നേ പറഞ്ഞുള്ളൂ. അതിനകത്ത് ശരിതെറ്റുകളുണ്ട് പരിശോധിക്കപ്പെടണം. അതിനകത്ത് ഇവിടെ ഈ സമീപനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്ന നിർദ്ദേശം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതായത് ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ, അത് സാധാരണ എല്ലാവരും തന്നെ വിമർശിക്കുന്ന രീതിയിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലുള്ള വിമർശനമാണ്. ആ വിമർശനത്തിന്റെ പേരിൽ കേസ് എടുക്കണം, ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കേസ് എടുക്കണമെങ്കിൽ പോലീസിന്റെ സമീപനം എന്താണെന്ന് കണ്ടയില്ലേ? അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? മുഖ്യമന്ത്രി കാണുമല്ലയോ? ഇതിനകത്ത് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള പുഴുക്കുത്തലുകൾ ഉണ്ടാവും. അതിനകത്ത് ഇപ്പോ നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്, ഇപ്പൊ ഈ സിസ്റ്റത്തിനകത്തുള്ള മുഴുവൻ ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആശയങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ല അതിന് വിരുദ്ധമായി ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഇതിനെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്താത്ത ആളുകൾ ഇതിനകത്തുണ്ടാകും എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ട്? ഇല്ല, എല്ലാ നിലക്കും പുഴുക്കുത്തുകളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ് തിരുത്തി തന്നെ പോകും. അതിനകത്ത് തർക്കമില്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിനകത്ത് ഇത് വലിയ വളരെ വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിനകത്ത് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ? ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലല്ലേ നമ്മളുള്ളത്? ആ തെരഞ്ഞെടുപ്പിനകത്ത് നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? ഈ ഘട്ടം വരെ സംഘപരിവാരത്തിനെതിരെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വർത്തമാനം നമ്മുടെ മുൻപിലുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹർഷോ, അദ്ദേഹത്തോട് തന്നെ എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ശ്രീ KP നൗഷാദ് അലി, മോദിയെ വിമർശിക്കാത്തത് ആരാണ്? പ്രമോദ്, ഇന്ന് രാവിലത്തെ പത്രം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എല്ലാ പത്രങ്ങളുടെയും പ്രധാന ഹെഡ്ലൈൻ എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനെതിരെ മൃദുസ്വരം മുഴക്കി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചു എന്നുള്ളതാണ് എല്ലാ പത്രങ്ങളുടെയും ലീഡിംഗ് ഹെഡ്ലൈൻ. ഇന്നലെ എൻ്റെ നാടായ അരീക്കോട് വന്ന് ശ്രീ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ബീയിങ് ആൾ ഇൻഡിഫറൻസസ് CPM കോംറേഡ്സ് വി ആർ ബ്രദേഴ്സ് എന്നാണ്. എൻ്റെ നാട്ടിൽ പരസ്യമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചതാണ്. അപ്പോൾ അത്തരത്തിൽ CPMനോടൊരു സമീപനം,
രാഹുൽ ഗാന്ധി എടുക്കുകയും തൻ്റെ പ്രസംഗത്തിൻ്റെ 99% നരേന്ദ്രമോദിയെയും RSSനെയും BJPയെയും RSSൻ്റെ പ്രത്യയശാസ്ത്രവും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടമാണ്, ഇന്ത്യയും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് പ്രസംഗിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയതിൻ്റെ വാർത്തകളൊക്കെ പത്രങ്ങളിൽ വരുമ്പോൾ രാവിലെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. MV ഗോവിന്ദൻ മാഷിൻ്റെ പത്രസമ്മേളനം, ഇവിടെ ആരും മോദിയെ വിമർശിക്കുന്നില്ല, രാഹുൽ ഗാന്ധി മോദിയെ വിമർശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ പത്രസമ്മേളനം നടത്തുകയാണ്. അപ്പം എത്രമാത്രം വിരോധാഭാസമാണ് ഇവർ, എത്രമാത്രം അങ്കലാപ്പ് കൊണ്ട് സ്ഥലജല വിഭവം ബാധിച്ച് പരസ്യമായിട്ട് വളരെ വൈകി ചേർന്നു എന്നൊരു പ്രശ്നമുണ്ട്. താങ്കൾ ഈ ചർച്ചയിൽ വൈകി ചേർന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് ശ്രീ നൗഷാദ് അലി. അതായത് ഇതിപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുകയാണ്, മോദിയെ വിമർശിക്കുന്നില്ല എന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിമർശിക്കുന്നില്ല മോദിയെ എന്നൊരു അഭിപ്രായം ഉയർന്നു വരാൻ കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം അതാണ്. തിരിച്ച് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നില്ല എന്ന ആക്ഷേപം MV ഗോവിന്ദന് ഉണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ കാണുമായിരിക്കാം. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയെ വിമർശിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അതാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയെ വിമർശിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം, ഒന്നാമത്തെ കാര്യം, ഈ രാജ്യത്തെവിടെയും കേരളത്തിൽ പോലും CPMഉം BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം പോലുമില്ല. BJP എന്ന പാർട്ടി എവിടെയും CPMന്റെ താല്പര്യങ്ങൾക്ക് നേരെ വരുന്നില്ല. അവർക്ക് നേരിടേണ്ടി വരുന്നത് കോൺഗ്രസിനെയാണ് കേരളത്തിൽ. പിണറായി വിജയൻ കേരളത്തിൻ്റെ ഇട്ടാവട്ടത്തിൻ്റെ അപ്പുറത്ത് ചിന്തയില്ലാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം 98% കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. 98% കോൺഗ്രസിനെ വിമർശിച്ചത് ശ്രീ നൗഷാദ് അലി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ എത്രത്തോളം കോൺഗ്രസ് വിമർശനമുണ്ട്, എത്രത്തോളം BJP വിമർശനമുണ്ട്? താങ്കൾക്ക് അതിന് എന്താണ് മറുപടി? അല്ല, ഞാനത് പറഞ്ഞു വരികയാണ് പ്രമോദ്, ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഇവിടെ ഈ പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായി പ്രതിരോധത്തിലായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം ഇന്ത്യ രാജ്യത്തെ BJP ഇതര മുഖ്യമന്ത്രിമാരിൽ അദ്ദേഹത്തെ പോലെ പ്രിവിലേജ് അനുഭവിക്കുന്ന മറ്റൊരു മനുഷ്യനില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും ഒക്കെ ജയിലിലാണ്. എന്താണ്? ഒരു കേസിൽ ഒരു മാപ്പ് സാക്ഷിയുടെ കൺഫസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് അവർ ജയിലിൽ. ഇവിടെ ലൈഫ് മിഷൻ കോഴക്കേസുണ്ട്, സ്വർണ്ണക്കടത്ത് കേസുണ്ട്. അതിലൊക്കെ ലൈഫ് മിഷൻ കോഴക്കേസിൽ അതിൻ്റെ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അറസ്റ്റിലാണ്. അതിൻ്റെ ചെയർമാനായ പിണറായി വിജയൻ്റെ അടുത്തേക്ക് അന്വേഷണം എത്തുന്നില്ല. മറ്റാളുകളൊക്കെ ജയിലിനകത്തായിട്ടും പിണറായി വിജയൻ പുറത്താണ്. അത്തരത്തിലുള്ള വലിയ സൗജന്യം അനുഭവിക്കുന്ന ആളുടെ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നിശബ്ദത പാലിക്കേണ്ടി വരും. അതല്ലേ ഇവിടെ നരേന്ദ്രമോദി കടന്നു വരുമ്പോഴും നരേന്ദ്രമോദി യാത്രയാകുമ്പോഴുണ്ടോ? ശ്രീ നൗഷാദ് അലി, ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഞാനൊന്ന് പറയാം. ഒന്ന്, സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP 2ാം സ്ഥാനത്തെത്താൻ പോകുന്നില്ല. പ്രധാനമന്ത്രി മോദിക്ക് സ്വന്തം പ്രോഗ്രസ് കാർഡ് മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രകടന പത്രികയിൽ വർഗീയ വിഷയങ്ങൾ കടന്നു വന്നത്. ഇതൊക്കെ പറഞ്ഞതാരാണ്? പ്രതിപക്ഷ നേതാവാണോ? അല്ല, ഇവിടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും എല്ലാ കാലത്തും BJPയാണ് ശത്രു, BJPക്കെതിരെയാണ് ഞങ്ങളുടെ പോർമുഖം തിരിച്ചു വെച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏതാനും സീറ്റുകളിൽ എതിരാളിയായിട്ടുള്ള CPM ഞങ്ങൾക്ക് എതിരാളിയില്ല. പ്രമോദ്, ഞാൻ ഒരു കാര്യം അല്ലല്ല, അങ്ങനെയല്ല. എന്താ പറയുക, നിങ്ങൾ മൊത്തം പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം പറയാണ്. ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രസ്താവന, അതിലൂടെ ചർച്ചയാവുന്ന ഒരു പ്രസ്താവന പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് RSSനെതിരെ BJPക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടോ എന്ന് നേരത്തെ ഇവിടെ ആർഷോ ചോദിച്ചു. അതിനുകൂടിയുള്ള മറുപടിയാക്കി താങ്കൾ ഇതിനെ മാറ്റുക. അല്ല, ഞാനത് മാറ്റണമെങ്കിൽ നിങ്ങൾ അനുവദിക്കേണ്ടതെന്നേ. നിങ്ങൾ നിരന്തരം ഇടപെട്ട് എല്ലാം സ്ക്രാച്ച് ചെയ്ത് പോകുമ്പോൾ എങ്ങനെ പറയാൻ കഴിയും? ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനാണ് നിലപാടില്ലാത്തത്. ആശയപരമായി പ്രത്യയശാസ്ത്രപരമായി RSSനെയും സംഘ് പരിവാറിനെയും എതിർത്തുകൊണ്ടുള്ള രാഷ്ട്രീയം പരസ്യമായിട്ട് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. ഈ സമൂഹത്തെ വിഭജിക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വിടവുണ്ടാക്കി BJPക്ക് അവസരമുണ്ടാക്കാനുള്ള ശ്രമത്തോട് ചേർന്ന് പോകുന്ന CPMന്റെ നയത്തെ ആദ്യമായിട്ട് എതിർത്തത് ഈ കേരളത്തിൽ പ്രതിപക്ഷ നേതാവാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മണ്ഡലം തിരുകൊച്ചിയായിരുന്നിട്ട് പോലും ഉറച്ച ശബ്ദത്തോടുകൂടി ഇവിടെ നടന്ന വിവാദങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെയും മതേതര രാഷ്ട്രീയത്തിൻ്റെയും നിലപാട് ഉയർത്തിപ്പിടിച്ചയാളാണ് VD സതീശൻ. VD സതീശനാണ് സംഘ് പരിവാറിൻ്റെയും സംഘ് പരിവാർ അനുകൂലികളുടെയും ഏറ്റവും വലിയ ഉന്നം, അല്ലാതെ പിണറായി വിജയനല്ല.
അതൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതുമണ്ഡലം നിരീക്ഷിക്കുന്ന ആളുകൾക്കറിയാം. ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു ഇ.ഡി. ഈ രാജ്യത്ത് 2 മുഖ്യമന്ത്രിമാർ അറസ്റ്റിലാണ്. തമിഴ്നാട്ടിലതാ പിന്നെ സ്റ്റാലിൻ്റെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു, മമതാ ബാനർജിയുടെ കൂടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യുന്നു, മഹാരാഷ്ട്രയിൽ പാർട്ടിയെ പിളർത്തിക്കൊണ്ടവർ കൊണ്ടുപോകുന്നു. ഏതാ ഇവിടെ നിങ്ങൾ നോക്കൂ, ലൈഫ് മിഷൻ കോഴ കേസിലെ പിണറായി വിജയനെ ഇ.ഡി. അറസ്റ്റ് ചെയ്യണം. അല്ല, ലൈഫ് മിഷൻ കോഴക്കേസിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും എന്താ മുന്നോട്ട് വരാത്തത്? ഇവിടെ കസ്റ്റംസ് കേസെടുത്തല്ലോ, അതിൽ പിണറായി വിജയന്റെ പേര് പരാമർശിക്കുന്ന സ്ഥലത്ത് വെച്ച് അവരെന്തുകൊണ്ട് അന്വേഷണം നടത്തി? നിങ്ങൾ അങ്ങനെ പ്രമോദ് അങ്ങനെ ഇടപെടാണ് ഞാൻ പിരിഞ്ഞു പോകാം. നിങ്ങൾ അങ്ങനെ പിന്നെ ഇടപെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ എനിക്കൊരു 2 മിനിറ്റ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് തരണമെന്നേ. അങ്ങനെ ഇടപെടുന്ന എങ്ങനെ ഒരു ചർച്ചയിൽ? പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇ.ഡി. ആവട്ടെ, ഇൻകം ടാക്സ് ആവട്ടെ, കസ്റ്റംസ് ആവട്ടെ, അന്വേഷണം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ 3ാം ഭരണം കേരളത്തിൽ വരണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആൾ ഇവിടുത്തെ സംഘപരിവാറുകാരാണ്. അങ്ങനെ വരുമ്പോഴാണ് UDF മുന്നണി ശിഥിലമാവുകയും കോൺഗ്രസ് ക്ഷയിക്കുകയും അങ്ങനെ BJPക്ക് ഒരു അവസരമുണ്ടാവുകയും ചെയ്യുക. അതിൻ്റെ 1ാമത്തെ ഗുണഭോക്താവ് താനാണെന്നറിയുന്ന പിണറായി വിജയൻ അതിനെ കളമൊരുക്കുകയാണ്. ഈ സംസ്ഥാനത്തുടനീളം അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത്. സമ്പൂർണ്ണമായിട്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട പിണറായി വിജയൻ സർക്കാരാണ് ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ പറ്റുമെന്ന് പോയിട്ട് ഇവിടുത്തെ CAA വിഷയവുമായിട്ട് വരുന്നത്. എന്താ ഈ CAA വിഷയത്തിൽ അവരുടെ ഞങ്ങളുടെയൊക്കെ നിലപാട്? അത് നമുക്ക് ചർച്ച ചെയ്യണമല്ലോ. 955 ഡിസംബർ 30-നാണ് പൗരത്വ നിയമം ഉണ്ടായത്. 86-ലും 92-ലും 2003-ലും 2005-ലും ഭേദഗതി വന്നു. 3 ഭേദഗതി കൊണ്ടുവന്ന ആളുകൾ ഞങ്ങളാണ്. ഈ രാജ്യത്തെ ഭരണഘടനാനുസൃതമായിട്ടാണ് ഞങ്ങൾ ആ നിയമവുമായിട്ട് മുന്നോട്ട് പോയത്. ഇന്നേ വരെ ഞങ്ങൾക്കെതിരെ ആരും ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ലല്ലോ. ഇവിടെ കല്യാണം കഴിച്ച് കുട്ടികളുമായിട്ട് ജീവിക്കുന്ന ആളുകൾ ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഞങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ വിഭാവനം ചെയ്ത പാർട്ടിയാണ്. ഇവിടെ ഏക സിവിൽ കോഡ് വേണമെന്ന് 2012 വരെ പറഞ്ഞ പാർട്ടിയല്ലേ CPM. ഇവിടെ BJP പർവ്വതമായിട്ട് വളർന്നപ്പോഴല്ലേ അവർ നിലപാട് തിരുത്തിയത്. അവരും സംഘപരിവാറും ഒരുമിച്ച് ഏക സിവിൽ കോഡിന് വേണ്ടി ആവശ്യപ്പെട്ട കാലത്ത് ഇസ്ലാമിക ശരീഅത്ത് കാലഹരണപ്പെട്ടതാണ്. 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണ് എന്ന് പറഞ്ഞ കാലത്ത് ഇവിടെ ഏക സിവിൽ കോഡിനെ ചെറുത്ത് നിന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങളുടെ പൂർവ്വകാല ട്രാക്ക് റെക്കോർഡുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ് പ്രമോദേ. ആ ട്രാക്ക് റെക്കോർഡ് മതി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി തട്ടിപ്പും പറഞ്ഞു വരുന്ന ഇങ്ങനെയുള്ള ആളുകളുടെ ഈ വാചാടോപങ്ങളും കാപട്യമൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ഇവിടുത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ കൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടപ്പോൾ ആകെ ഒരു CAA വിഷയം മാത്രം പറഞ്ഞ് മുന്നോട്ട് വന്ന് ഇവിടുത്തെ വോട്ട് തട്ടാൻ പറ്റുമെന്നൊക്കെ നോക്കുന്ന ഇവരുടെ മുഖം മൂടി പിച്ച് ചീന്തപ്പെട്ടോ. ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പാലോടെ കേസിലൂടെ ഒറ്റ കാര്യം കൂടി പറയട്ടെ പ്രമോദ്. ഇവിടെ ശൈലജ ടീച്ചർ എന്ന ഇവരുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, മട്ടന്നൂർ MLA, അവരെ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ട് ഇന്നേക്ക് 19 ദിവസമായി. ഒരു പ്രതിയെപ്പോലും പിടിക്കാത്ത പോലീസാണ് മോദിയുടെ അന്തസ്സിനെ ഹനിക്കുന്നു, മോദിയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുന്നു എന്ന് പറഞ്ഞൊരു കേസ് വന്നപ്പോൾ ഒരു BJP പ്രവർത്തകൻ കൊടുത്ത കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രതിക്ക് മേൽ അവർ 171Gയും 153യും പോലീസ് ആക്ടിലെ 120 ചുമത്തിയത്. ഇതിനപ്പുറം മറ്റൊരു തെളിവ് വേണോ? ഇതൊക്കെ സംഘപരിവാറുകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സർക്കാരാണ്. പരസ്യമായിട്ട് പറഞ്ഞത്. എനിക്കൊരു ഇടപെടൽ വേണം. ഒരു ഇടവേള ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇതിന് ആർഷോയ്ക്കും മറുപടി ഉണ്ടാകും. എനിക്ക് ശ്രീ ചെക്കൂട്ടിയിലേക്കും പോകേണ്ടതുണ്ട്. ശ്രീ NP ചെക്കൂട്ടി, ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയെ വിമർശിക്കുന്നില്ല, അല്ലെങ്കിൽ CPM അങ്ങനെ ഒരു നിലപാടെടുക്കുന്നില്ല എന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ തന്നെ തിരിച്ച് ഒരു കാര്യമുണ്ട്. ഞാൻ ആർഷോയിലേക്ക് വരുന്നതിന് മുമ്പ് അതിനും കൂടി ഒരു മറുപടി ലഭിച്ച ശേഷം വരാം. തിരിച്ചൊരു കാര്യമുണ്ട്. മോദി കേരളത്തിൽ വന്നാൽ ആരെയാണ് കൂടുതൽ വിമർശിക്കുന്നത്? സ്വാഭാവികമായും സർക്കാരിനെയും CPM-നെയും ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാകാം? ഭരിക്കുന്നത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് കഴിഞ്ഞ 2 തവണയായിട്ട് LDF ആണ് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് എന്നുള്ളത് കേരളത്തിൽ LDF ആണ്. അപ്പോൾ ആ ഒരു കാര്യം ആണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഡിയുടെ അറ്റാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമുനയായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിൽ CPM-ഉം
പ്രത്യേകിച്ച് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയനാക്കുന്നു എന്ന ഒരു ആരോപണമുണ്ട്. അതിനകത്ത് വസ്തുതകളുണ്ടോ എനിക്കറിയില്ല, പക്ഷേ അതൊരു വസ്തുതയാണെന്ന് തോന്നാവുന്ന തരത്തിലുള്ള റിയാക്ഷനാണ് മറുഭാഗത്ത് നമുക്ക് കാണുന്നത്. എന്ന് വെച്ചാൽ വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു പ്രക്രിയ, ഭീഷണിപ്പെടുത്തിയിട്ട് കയ്യിൽ തൻ്റെ ഇംഗിതങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു പ്രക്രിയ, ആ പ്രക്രിയ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നതായിട്ട് നമ്മളിത് നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിക്കൂടുകയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡൽഹിയിൽ കേജ്രിവാളും അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും എടുക്കുന്ന അതിശക്തമായിട്ടൊരു പ്രതിരോധവും കേരളത്തിലെടുക്കുന്ന ഈ പ്രതിരോധത്തിൻ്റെ ഈ ഒരു തരത്തിലുള്ള കോംപ്രമൈസിങ് സിറ്റുവേഷനും, ഇത് രണ്ടും തമ്മിൽ കമ്പാരിസൺ ഇല്ല. അപ്പം നമ്മൾ നോക്കിയാൽ ഏതോ തരത്തിലുള്ള അത് ശ്രീ ചെക്കുട്ടി ഒറ്റ കാര്യമുണ്ട് അതിനകത്ത്. ഒരു കാര്യമുണ്ട്. ഇപ്പോൾ CAA വന്നു. നമ്മൾ ഈ നയങ്ങൾ, രാഷ്ട്രീയം എന്ന് പറയുന്നത് നയങ്ങളോടുള്ള പ്രതികരണങ്ങൾ കൂടിയാണല്ലോ. CAA നടപ്പാക്കിയ ആ ദിവസം അത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല. ഒരു പ്രായോഗികമാണോ അല്ലയോ എന്നുള്ള വിഷയത്തിലേക്കുള്ള ചർച്ചയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റർ എടുക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? അല്ല പ്രമോദ്, ഞാനൊരു കാര്യം ഇദ്ദേഹം മുഖ്യമന്ത്രിയായി ഇന്നലെയല്ലല്ലോ, 12ാമത്തെ തവണയാണ് മുഖ്യമന്ത്രിയാവുന്നത്. അദ്ദേഹം 7-8 കൊല്ലം ഭരിച്ചു. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ ഭരണത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന UAPA ആദ്യമായിട്ട് പുതിയ മട്ടിൽ റിവൈസ് ചെയ്ത് കൊണ്ടുവന്ന് 2019 അമിത്ഷാണ്. റിവൈസ് ചെയ്താൽ വളരെ മാരകമായിട്ടുള്ളൊരു പുതിയ രൂപത്തിലാണ് അത് വന്നത്. ആദ്യമായിട്ട് UAPA ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ എവിടെയാണ്? ഈ കോഴിക്കോട്ട് അങ്ങാടിയിലായിരുന്നു. 2 കുട്ടികൾക്കെതിരായിട്ട് UAPA കേസ് ചാർജ് ചെയ്തവരാണ്. അതിനുശേഷം അവർ എത്ര കാലം അവർ ജയിലിൽ കടന്നു. ഇതൊരു റിയാലിറ്റിയാണ്. ഇത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോട്, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ അതേ രൂപത്തിൽ, അതിനെ മാരകമായ രൂപത്തിൽ കേരളത്തിൽ അവർ എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം CAA ഇവിടെ CAA കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല എത്രത്തോളം അത് കേന്ദ്രവുമായിട്ട് ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്രണ്ടേഷനിൽ പോകാം എനിക്കറിയില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ അഭിപ്രായം പറയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്, നല്ലതാണ്. പക്ഷേ CAA എന്ന് പറയുന്നത് ഞങ്ങൾ എടുത്തു കളയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് NDA സഖ്യത്തിൻ്റെ നയം. അത്തരം കാര്യങ്ങളിലൊന്നും ഒരു അമിതമായിട്ടുള്ള അവകാശവാദം കേരളത്തിൽ ഉന്നയിക്കാൻ കഴിയില്ല. മാത്രമല്ല ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ഇന്ന് അവരുടെ മേൽ പ്രയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. അത് അവർ തന്നെയാണ് ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ, തീർച്ചയായും. ശ്രീ PM ആർഷോ, ഇപ്പോൾ 2 തരത്തിൽ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പല കാര്യങ്ങളും ശ്രീ നൗഷാദിൽ ചൂണ്ടിക്കാണിച്ചു. താങ്കൾക്ക് അതിന് മറുപടി ഉണ്ടാകാം, തീർച്ചയായിട്ടും പറയാവുന്നതാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തിപരമായി മോദിയെ ഒരു തരത്തിലും നേരിടുന്നില്ല എന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാടാണോ പൊതുവെ അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുക്കാനാണോ പ്രതിപക്ഷം ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ശ്രീ ചെക്കുട്ടി ഉൾപ്പെടെ പറഞ്ഞ പോലെ, അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാം മോദിയുടെ ശത്രുവാണ് അരവിന്ദ് കേജ്രിവാൾ എന്ന് ഒറ്റയടിക്ക് തോന്നാവുന്ന വിധത്തിൽ രാഷ്ട്രീയം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അദ്ദേഹം വന്നിട്ട് പിണറായി വിജയനെ ശക്തമായി വിമർശിക്കുമെങ്കിലും തിരിച്ചുള്ള പ്രതികരണം അത്രയും ആകുന്നില്ല എന്നോ, ഒരുപക്ഷെ ഈ കേസുകളുടെ പശ്ചാത്തലത്തിൽ തന്നെ വേണ്ടത്ര പിണറായിക്കെതിരെ മോദി തിരിയുന്നില്ല എന്നോ ഒക്കെയുള്ള തോന്നലുകൾ വരാൻ എന്താണ് കാരണം? ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ മറ്റേ നിഷ്പക്ഷ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ സംശയവും ആശങ്കയും പ്രകടിപ്പിച്ചു. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ RSSും നരേന്ദ്രമോദിയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. സാറേ, ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് സംഘപരിവാരൻ 2014 അധികാരത്തിലേറിയതിനു ശേഷം ഇങ്ങോട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മൾ പല നിലയ്ക്കുള്ള ഭീഷണിപ്പെടുത്തലുകൾ രാജ്യത്ത് കണ്ടിട്ടുണ്ട്. പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പല നിലയ്ക്ക് പണമെറിഞ്ഞ് പ്രലോഭിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുമ്പോൾ, പണമെറിയുമ്പോൾ, ഭീഷണിപ്പെടുത്തുമ്പോൾ, അങ്ങനെ നിന്ന നിൽപ്പിൽ സംഘപരിവാർ പാളയത്തിലേക്ക് പോയ 100 കണക്കിന് കോൺഗ്രസിന്റെ MPമാരെ നമുക്ക് രാജ്യത്ത് കാണാൻ വേണ്ടി കഴിയും. കാരണം കോൺഗ്രസിന്റെ ഡസന് മുകളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 100 കണക്കിന് വരുന്ന കോൺഗ്രസിന്റെ MLAമാരെ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ BJPയിലേക്ക് പോയ കോൺഗ്രസ് സർക്കാരുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷെ ആ കുറ്റിയിൽ കൊണ്ടുപോയിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും കൊണ്ടുപോയി
കെട്ടുന്നതിന് വേണ്ടിയിട്ട് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചും ആ നിലപാട് ഉയർത്തിപ്പിടിക്കാനുള്ള ആർജവത്തെ സംബന്ധിച്ചും നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഇന്നും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി, നിങ്ങളൊക്കെ ആക്ഷേപിക്കുമല്ലോ ഈ ഇന്ത്യക്കകത്ത് നിങ്ങൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ കേരളത്തിൽ മാത്രമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുള്ള ഈ സംസ്ഥാനത്ത് ആത്മവിശ്വാസത്തോടെ ആർജവത്തോടെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും വന്നതെന്ന് പറയാൻ വേണ്ടി കഴിയും. ഈ കേരളത്തിൽ ഒരൊറ്റ സീറ്റിൽ 2ാം സ്ഥാനത്ത് പോലും RSS വരില്ല എന്നുള്ളത്. ഇപ്പൊ 3 സംസ്ഥാനങ്ങൾക്കകത്ത് കോൺഗ്രസ് ഭരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ അത് പറയാൻ പോയിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രതിരോധം ഉയർത്താൻ വേണ്ടി കഴിയും എന്ന് പറയാനുള്ള ആർജവം അവർക്കുണ്ടോ എന്നുള്ളതാണ് ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ വ്യത്യാസം എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് കുഴപ്പമില്ല. പക്ഷെ അത് നല്ല ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ RV ബാബു അദ്ദേഹം ഈ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അദ്ദേഹമാണ് സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ അപ്പസ്തോലൻ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടലും ശ്രമങ്ങളൊക്കെ നടത്തുന്ന കാഴ്ച കണ്ടു. നമ്മുടെ മുൻപിൽ ഇന്നും മലയാളി മറന്നുപോകാത്തൊരു ചിത്രമുണ്ട്. ഗോൾവാൾക്കറുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് തലകുനിച്ച് കുമ്പിട്ട് കൈകൂപ്പി നിൽക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അപമാനഭാരം കൊണ്ട് തലകുനിക്കുന്ന മലയാളികളിൽ ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരാളെയാണ് സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ അപ്പോസ്തോലനായിട്ട് വാഴ്ത്തുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രമിച്ചത്. നമ്മുടെ മുൻപിലുണ്ടേ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബു വല്ലാണ്ടങ്ങ് എന്താ പറയാ VD സതീശൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പോയ കാലത്തെ പല കഥകളും ഞാൻ പറയും. ഊതി വീർപ്പിച്ച ബലൂൺ ഞാനങ്ങ് കുത്തിപ്പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോ മൂടി തലകുനിച്ച് നടന്നുപോയ VD സതീശന്റെ മുഖം ഇന്നും മലയാളി മറന്നിട്ടില്ല. അങ്ങനെ ഒരാളെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ അപ്പസ്തോലനായി വാഴിക്കുന്നതിന് മുമ്പ് ഈ ഗൗരവപ്പെട്ട തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു വാക്ക് സംഘപരിവാറിനെതിരെ ഉരിയാടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടി കൂടി കോൺഗ്രസിന്റെ നേതാവ് സമയം കണ്ടെത്തിയാൽ നന്നായിരിക്കും. അദ്ദേഹം ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുപോയി. അതിനോട് എല്ലാത്തിനോടും പ്രതികരിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം CAA ഈ പൗരത്വ നിയമവും അതിൽ വന്നിട്ടുള്ള നിരവധി ഭേദഗതികളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ കരുതി ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഭേദഗതിയെ സംബന്ധിച്ചും നിലവിൽ വന്ന ചട്ടത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. പക്ഷെ മുണ്ടിയില്ല. തുറക്കാതെ അദ്ദേഹം അങ്ങനെ പോയിട്ട് അദ്ദേഹം പറയാണ് ഇത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷം CAA എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ഘട്ടത്തിലെങ്കിലും മനസ്സിലാക്കണം. പൗരത്വ നിയമ ഭേദഗതി കേവലം ഒരു മതപരമായ വിഷയമായി മാത്രമല്ല കാണേണ്ടതെന്ന്. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ്. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു സെക്യുലർ സ്റ്റേറ്റിൽ സെക്യുലറിസത്തെ കാറ്റിൽ പറത്തി മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തിയത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണെന്ന് കാണാനുള്ള അതിനെ പ്രതിരോധിക്കാനുള്ള എനിക്ക് അവസാനം നൗഷാദ് ഒരു സമയം കൂടി നൽകണം എന്നുള്ളത് ജനാധിപത്യപരമായി ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് കൂടി ഞാൻ അങ്ങോട്ട് ഇടപെടുകയാണ്. നൗഷാദ് അലി, അവസാനമായി ഇതിനു കൂടി ചേർത്ത് മറുപടി പറയാം. പ്രത്യേകിച്ച് ഇപ്പോ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വിമർശിക്കുന്നത് പിണറായി വിജയനാണ് എന്നൊരു വസ്തുത കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള താങ്കളുടെ മറുപടി. പ്രമോദ്, ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുണ്ടുടുത്ത മോഡി എന്ന് വിളിച്ചത് കോൺഗ്രസ്സുകാരല്ല, ഇവിടുത്തെ CPIക്കാരാണ്. കേരളത്തിലെ പോലീസിനെ നയിക്കുന്നത് സംഘപരിവാറാണ് എന്ന് വിമർശിച്ചത് കോൺഗ്രസ്സുകാരല്ല, വയനാട് മത്സരിക്കുന്ന ആനി രാജയാണ്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് തിരുത്തിയിട്ട് മതി നിങ്ങൾ മറ്റുള്ള ആളുകളുടെ മേലൊക്കെ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട ഈ ചായലൊക്കെ നടത്താൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ CAA നിയമം ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ന്യായയാത്രയുടെ സമയത്ത് ആസാം എന്നതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ വെച്ച് പറഞ്ഞതാണ്, ജാഹെ കുച്ച് ബി ഹോ ജായ് CAA നഹി ഹോഗ എന്ന് രാജ്യത്തോട് പ്രഖ്യാപിച്ച നേതാവ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലുടനീളം സമരങ്ങൾ നടന്നത്. ഇവിടെയോ നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കിയപ്പോൾ ഗവർണർ അതിനെ പുച്ഛിച്ചപ്പോൾ ഗവർണർക്കെതിരായ പ്രമേയത്തിന് ശ്രമിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ വിലക്കിയ ശ്രീരാമകൃഷ്ണനും CPMന്റെ ഒന്നാം ഭരണവുമാണ് നമ്മൾ കണ്ടത്. അവർ എടുത്ത കേസുകൾ നീണ്ട നിരയുണ്ടല്ലോ, ആ കേസുകൾ പിൻവലിക്കാൻ
ഈ തെരഞ്ഞെടുപ്പിന്റെ സമയം വരേണ്ടി വന്ന അവർക്കൊരു തീരുമാനത്തിലേക്ക് വരാൻ. എന്നിട്ട് എത്ര കേസ് പിൻവലിച്ചു? ഈ സംസ്ഥാനത്തുടനീളം CAA വിരുദ്ധ സമരത്തിൽ ക്രിമിനൽ കേസിൽപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ മുഴുവൻ ആളുകളും കോൺഗ്രസുകാരും അനുബന്ധ ആളുകളുമാണ്. ഏതെങ്കിലും ഒരു CPM-കാരൻ CAA വിരുദ്ധ സമരത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇങ്ങനെ വാചാടാപം പറഞ്ഞ് നുണ പറഞ്ഞ് ആളുകളെ വൈകാരികമായി തൊട്ടുണർത്തി വോട്ട് തട്ടാൻ വരുന്ന ഈ പിണറായി വിജയൻ മാനായും മാരീജനായൊക്കെ വരും ഇത്തരത്തിലുള്ള ചായത്തിൽ മുങ്ങിയ നീലക്കുറുക്കന്മാരെ ഇരുത്താൻ കേരളത്തിലെ പ്രബുദ്ധ ജനതയ്ക്ക് കഴിയും. ഈ സംസ്ഥാനം ഭരിച്ച് മുടിച്ച് നശിപ്പിച്ച് ജനങ്ങളെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയാണ് ഈ ഇടതു ഭരണത്തെ. അവർ വിഷയം മാറ്റാൻ വേണ്ടി ഇതൊക്കെ മറുപടി രാഷ്ട്രീയം അത്ര കണ്ട് കലുഷിതമാണ്. അത്രയധികം ഈ വിഷയങ്ങളിലൊക്കെ വളരെ തർക്കവിതർക്കങ്ങൾ നടക്കുക എന്നത് സ്വാഭാവികമാണ് ഈ ഘട്ടത്തിൽ എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം അവസാനിക്കുന്നു എന്നുള്ളതുകൊണ്ട് വളരെ നന്ദി ആർഷോ, ഒപ്പം ശ്രീ നൗഷാദ് അലി, ശ്രീ NP ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്.